ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളൊന്ന് അബുദാബിക്ക് പോകുന്നു. അബുദാബിയിൽ ഹിന്ദു മന്ദിർ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്തന്മാർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ക്ഷേത്ര സമർപ്പണ ചടങ്ങുകളും അവിടെ ആരംഭിച്ച് കഴിഞ്ഞു. എന്തായാലും ക്ഷേത്രവിശ്വാസികൾ ആയിരക്കണക്കിന് പേർ തടിച്ചുകൂടിയിട്ടുണ്ട് അവിടെ. നമുക്കൊപ്പം അരുൺ പാറാട്ട് അബുദാബിയിൽ നിന്ന് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. അരുൺ, ചടങ്ങുകൾ എങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN സഹിഷ്ണുതയുടെ സന്ദേശം ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് അബുദാബിയിലെ BAPS ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ സമർപ്പണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നത്. UAE സമയം വൈകിട്ട് 5 മണിയോടെയാണ് ഈ ഒരു ചടങ്ങ് ആരംഭിച്ചത്. അബു മുറൈഖയിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ സമർപ്പണത്തിന്റെ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലാണ് ഉള്ളത്. ശംഖുവിളികളോടെയും വാദ്യഘോഷങ്ങളോടെയുമാണ് പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. ക്ഷേത്ര മേധാവി ബ്രഹ്മവിഹാരി ദാസാണ് പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിച്ചത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നതിനിടെ ക്ഷേത്രത്തിന്റെ വിവിധ പ്രത്യേകതകൾ അദ്ദേഹം മോദിക്ക് വിവരിച്ചു നൽകി. ക്ഷേത്ര സന്നിധിയിൽ ഒരു ത്രിവേണി സംഗമമുണ്ട്. ഇന്ത്യയിലെ ഗംഗ, യമുന നദികളെ പ്രതീകമായിട്ടുള്ള ജലധാരയോട് കൂടിയിട്ടുള്ള ത്രിവേണി സംഗമം ഇവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം, ഈ പ്രത്യേകതകളെല്ലാം തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിക്ക് വിവരിച്ചു നൽകി. സ്വാമി മഹന്ത് മഹാരാജ് ക്ഷേത്രത്തിനുള്ളിലെത്തിയ പ്രധാനമന്ത്രിയെ മാലയിട്ടാണ് സ്വീകരിച്ചത്. അരമണിക്കൂറിലോളമാണ് സമർപ്പണത്തിലെ പ്രധാന ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പുലർച്ചെയാണ് നടന്നിരുന്നത്. സ്വാമി മഹന്ത് മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. രാവിലെ 7:15 ഈ ഒരു പ്രധാന ചടങ്ങുകൾക്ക് ഇവിടെ തുടക്കമായിരുന്നത്. സ്വാമി നാരായണ സംസ്ഥയുടെ മുഖ്യ പുരോഹിതർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകാനായി. എന്തായാലും നാളെ മുതൽ അടുത്ത ബുധനാഴ്ച വരെ വലിയ ആഘോഷങ്ങളും ഈ ഒരു ക്ഷേത്രത്തിൽ നീണ്ടു നിൽക്കുന്നുണ്ട്. സൗഹാർദ്ദ വാരാഘോഷം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാമെന്ന് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം 18 മുതൽ ഭക്തർക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടാകും. എന്നാൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഭക്തർക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം അനുവദിക്കുക എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മാർച്ച് മാസം 1-ാം തീയതി മുതൽ ലോകത്തെമ്പാടുമുള്ള ആളുകളെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ആളുകളെല്ലാം തന്നെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കാനായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി മുതൽ ലോകത്തെ എല്ലായിടങ്ങളിലുള്ള ഭക്തജനങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. അബുദാബിയിൽ ഹിന്ദു ക്ഷേത്രം ഭക്തന്മാർക്ക് പ്രധാനമന്ത്രി സമർപ്പിച്ചുവെന്ന വാർത്തയാണ് വരുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൂടിയ ആഘോഷ പരിപാടിയിൽ വെച്ചാണ് അദ്ദേഹം ക്ഷേത്രം തുറന്നു കൊടുത്തത്.